ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരട് ബില്ലിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. നിയമസഭാ സമ്മേളനം അടുത്ത മാസം 10 മുതൽ വിളിച്ചു ചേർക്കാനും തീരുമാനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. പൊഴിയൂരിൽ കടലാക്രമണം രൂക്ഷം. ബാർ ഉടമകളുടെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി എം.പി. രാജേഷ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. ഷവർമ വ്യാപാര സ്ഥാപനങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. 1.14 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളിലായി 11.13 കോടി വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. ജൂൺ 1 നടക്കുന്ന 7ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണവും ഊർജിതമായി പുരോഗമിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ 4-നാണ്. നിയമസഭാ സമ്മേളനം അടുത്ത മാസം 10 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരട് ബില്ലും യോഗം അംഗീകരിച്ചു. ഇത് സംബന്ധിച്ച ഓർഡിനൻസ് ഗവർണർ കഴിഞ്ഞ ദിവസം മടക്കി അയച്ച സാഹചര്യത്തിലാണ് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 2025 പത്മ പുരസ്കാരങ്ങൾക്ക് ശുപാർശ ചെയ്യാനുള്ളവരെ കണ്ടെത്തി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിന് മന്ത്രി സജി ചെറിയാൻ കൺവീനറായ പ്രത്യേക പരിശോധനാ സമിതി രൂപീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് നിർദ്ദേശം. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ പ്രത്യേക ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ദുരന്തങ്ങളില്ലാതെ മഴക്കാലം പൂർത്തിയാക്കാൻ വലിയ തോതിൽ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മൺസൂണിന്റെ ആദ്യ പകുതിയിൽ അതിതീവ്ര മഴയുണ്ടാകാനുള്ള സാധ്യതയെ ജാഗ്രതയോടെ കാണണം. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 2 ടീമുകൾ സംസ്ഥാനത്തുണ്ടെന്നും ജൂൺ മാസത്തിൽ 7 ടീമുകൾ കേരളത്തിലെത്തുമെന്നും മന്ത്രി തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരം പൊഴിയൂരിൽ കടലാക്രമണം രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. കടലാക്രമണത്തിൽ 3 വീടുകൾ തകർന്നിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഷവർമ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 47 സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ 512 വ്യാപാര കേന്ദ്രങ്ങളിലാണ് പരിശോധന പൂർത്തിയാക്കിയത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 52 സ്ഥാപനങ്ങളിലെ ഷവർമ വ്യാപാരം നിർത്തിവയ്പ്പിച്ചു. പരിശോധനകൾ ശക്തമായി തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയുടെ കരട് അടുത്ത മാസം 6-ന് പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. ജൂലൈ 1-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. തദ്ദേശ സ്വയംഭരണ നിയോജക മണ്ഡലങ്ങളിലേക്ക് ഇനി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരമായിരിക്കും നടക്കുക. ബാർ ഉടമകളുടെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി എം.പി. രാജേഷ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ടും അന്വേഷണം വേണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദരേഖയെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. അതേസമയം വിഷയത്തിൽ എക്സൈസ് മന്ത്രി മാറി നിന്ന് അന്വേഷണം നേരിടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ബാർ ഉടമയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും കേന്ദ്ര സഹമന്ത്രി വി. മുരളീധരൻ പ്രതികരിച്ചു.
എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാരോ പാർട്ടിയോ ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ലെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. അവയവദാനവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ ഉൾപ്പെടെ ചൂഷണം ചെയ്തെന്ന മാധ്യമ വാർത്തകൾ സംബന്ധിച്ച് വനിതാ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. പാവപ്പെട്ട സ്ത്രീകളാണ് ഏജന്റുമാരുടെ ചൂഷണത്തിന് കൂടുതലായി ഇരയായതെന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നതായി കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി നിനു മാത്യുവിന്റെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമായി കുറച്ചു. പരോളില്ലാതെ 25 വർഷത്തെ കഠിന തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ കേസിലെ രണ്ടാം പ്രതി അനു ശാന്തിക്ക് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. 2014 ഏപ്രിൽ 16-നാണ് അനുശാന്തിയുടെ ഭർതൃമാതാവ് ഓമന, മകൾ സ്വസ്തിക എന്നിവരെ നിനു മാത്യു വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. മഴ ശക്തി പ്രാപിക്കുന്നതിനാൽ പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭൂതത്താൻകെട്ട് ബാരേജിലെ ജലനിരപ്പ് 30 മീറ്ററായി ക്രമീകരിക്കുന്നതിനായി ഇന്നു മുതൽ കൂടുതൽ വെള്ളം പുഴയിലേക്ക് നിയന്ത്രണ വിധേയമായി തുറന്നുവിടും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോട്ടയം പാലായിൽ ചെക്ക് ഡാം തുറക്കാനുള്ള ശ്രമത്തിനിടെ 51-കാരന് ദാരുണാന്ത്യം. പയപ്പാറിൽ ചെക്ക് ഡാം തുറന്നുവിടുന്നതിനിടയിൽ കൈകൾ പലകകൾക്കിടയിൽ കുടുങ്ങി കരൂർ ഉറുമ്പിൽ രാജുവാണ് മരിച്ചത്. കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്ന് വെള്ളം കുത്തിയൊഴുകി വീടുകളിൽ വെള്ളം കയറി. കല്ലേരിക്കരയിൽ വിമാനത്താവള കവാടത്തിന് സമീപത്തായിരുന്നു സംഭവം. വെള്ളത്തിന്റെ സമ്മർദ്ദം കാരണം ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ചുറ്റുമതിൽ തകരുകയായിരുന്നു. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. രാത്രി 7:30-ന് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നത്തെ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനും പാലായിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയും അക്കാദമിക് രംഗത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. നിർമ്മിത ബുദ്ധി, സൈബർ സുരക്ഷ, റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ ഇരു സ്ഥാപനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനാണ് ധാരണയായത്. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾക്കായി ഹോളോഗ്രാം, QR കോഡ് എന്നിവ ആലേഖനം ചെയ്ത അറ്റസ്റ്റേഷൻ സംവിധാനം നോർക്ക റൂട്ട്സിൽ നിലവിൽ വന്നു. സംസ്ഥാനതല ഉദ്ഘാടനം നോർക്ക റൂട്ട്സ് പ്രസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കൃത്രിമ സീൽ ഉപയോഗിച്ചുള്ള അറ്റസ്റ്റേഷനുകളും വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാപകമായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആധുനിക രീതി നോർക്ക അവലംബിച്ചത്. തൃശൂർ മുതൽ അരൂർ വരെയുള്ള ഗതാഗത കുരുക്ക് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നേരിട്ടെത്തി പരിശോധിച്ചു. ഉച്ചയ്ക്ക് 12:30 ചാലക്കുടിയിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ മന്ത്രിയോടൊപ്പം ഗതാഗത കമ്മീഷണർ, MVD ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ട്രാഫിക് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. റോഡ് അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ പരമാവധി ഒഴിവാക്കുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം-ഘട്ട വോട്ടെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരട് ബില്ലിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. നിയമസഭാ സമ്മേളനം അടുത്ത മാസം 10 മുതൽ വിളിച്ചു ചേർക്കാനും തീരുമാനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. പൊഴിയൂരിൽ കടലാക്രമണം രൂക്ഷം. ബാർ ഉടമകളുടെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി MP രാജേഷ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. ഷവർമ വ്യാപാര സ്ഥാപനങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.